ഹലോ ഗൈസ്, നിങ്ങളാരെങ്കിലും 1977 250 കണ്ടിട്ടുണ്ടോ? ഇതാണ് ആ മുത്ത്. മാൾട്ടയുള്ള പലർക്കും പല ഹോബീസാണ്. ചിലർക്ക് വണ്ടി കളക്ട് ചെയ്യുന്ന ഹോബീസുണ്ട്. അത് നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ഇതിൻ്റെയൊക്കെ പാർട്സ് കിട്ടാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. റെയർ പാർട്സുകളും റെയർ വണ്ടികളുമാണ്. അതിൻ്റെ ഡിസ്കും ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ഇവിടെ ഒരു അപ്പച്ചൻ ചാർലി എന്ന് പറഞ്ഞൊരു അപ്പച്ചനുണ്ട്. അപ്പച്ചൻ്റെ ഒരു ഗ്യാരേജാണ്. ആ ഗ്യാരേജിൻ്റെ അകത്ത് മൊത്തം യമഹ 2 സ്ട്രോക്ക് വണ്ടികളുടെ ഒരു ശേഖരം എന്ന് പറയും. പുള്ളിയുടെ കുഞ്ഞുങ്ങളെ പോലെയാണ് പുള്ളി അത് പരിപാലിക്കുന്നത്. പുള്ളി അതിനെ മെയിൻറ്റെയിൻ ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. 80cc 50cc യമഹയൊക്കെ അവിടെ ഉണ്ട്. 80ൻ്റെയൊക്കെ ഞാൻ കണ്ടിട്ടുമില്ല. 350 പുള്ളി എടുത്തേക്കുന്നത് 10,000 യൂറോ കൊടുത്ത്, അതായത് നാട്ടിലെ 10 ലക്ഷം രൂപ കൊടുത്ത് 2 350 പുള്ളി ഉണ്ട്. അതൊക്കെ പഴയ വണ്ടികളാണ്, പക്ഷെ എല്ലാം നല്ല തൂത്ത് തുടച്ച് പുള്ളി ഇടയ്ക്കിടയ്ക്ക് തൂത്ത് തുടച്ച് എടുത്ത് വെക്കും. യമഹയുടെ പല വണ്ടികളും 2002 കളക്ഷൻ തുടങ്ങിയതാണ് ഈ വണ്ടികളുടെ. പുള്ളിക്ക് കുഞ്ഞുങ്ങളെ പോലെയാണ് വണ്ടി. അതുകൊണ്ട് പുള്ളി വണ്ടി ആർക്കും കൊടുക്കത്തില്ല, ഇങ്ങനെ കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച് നിൽക്കും.